ഒരേ ഭക്ഷണം ഇനി അത്ര വേണ്ട. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. ദിവസവും ഒരേ ഭക്ഷണം കഴിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്, പ്രത്യേകിച്ചും അത് നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ. എന്നാൽ ആരോഗ്യത്തിന് അതത്ര നല്ലതല്ല എന്നറിയാമോ? പോഷകക്കുറവ്. നമ്മുടെ ശരീരം വ്യത്യസ്തത ആഗ്രഹിക്കുന്നു. വിവിധ ഇനം മാക്രോ മൈക്രോ ന്യൂട്രിയന്റുകൾ ശരീരത്തിന് ആവശ്യമാണ്. വ്യത്യസ്ത തരം ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ചും പഴങ്ങളും പച്ചക്കറികളും ശരീരത്തിന് ആവശ്യമാണ്. മഴവിൽ നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കണമെന്നാണ് പോഷകാഹാര വിദഗ്ധർ പറയുന്നത്. ഉദരത്തിന്റെ ആരോഗ്യം. ഉദരത്തിലെ ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് രോഗപ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്താനാവും. ദഹനം സുഗമമാക്കാനും വ്യത്യസ്ത ഇനം ഭക്ഷണങ്ങൾ കഴിച്ചേ മതിയാകൂ. തൈര് പോലെയുള്ള പുളിപ്പിച്ച ഭക്ഷണങ്ങൾ ആരോഗ്യകരമായ ബാക്ടീരിയ, അതായത് പ്രോബയോട്ടിക് നൽകുന്നു. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക വഴി നാരുകളും പ്രീബയോട്ടിക്കുകളും ലഭിക്കുകയും ഉദരത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. ഭാരം കുറയ്ക്കണോ? വ്യത്യസ്തവും ആരോഗ്യകരവുമായ ഭക്ഷണം കഴിക്കുന്നവരിൽ ഒരേ ഇനം ഭക്ഷണം കഴിക്കുന്നവരെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കുമെന്ന് +1 ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു. ദീർഘായുസ്. ദിവസവും ഒരേ തരം ഭക്ഷണം കഴിക്കുന്നവരെ അപേക്ഷിച്ച് വ്യത്യസ്ത ഇനം ഭക്ഷണം കഴിക്കുന്നവർ കൂടുതൽ കാലം ജീവിച്ചിരിക്കുമെന്ന് ഇന്റർനാഷണൽ ജേർണൽ ഓഫ് എപ്പിഡെമിയോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു. 50,000-ൽ പരം സ്ത്രീകളിൽ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. വിരസത. എന്നും ഒരേ തരം ഭക്ഷണം കഴിച്ചാൽ മടുപ്പ് വരും. പുതിയ ഭക്ഷണങ്ങളും പാചകക്കുറിപ്പുകളും എല്ലാം പരീക്ഷിക്കണം. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണം, ഒപ്പം അതിൽ രസം കണ്ടെത്തുകയും വേണം. ഉപാപചയം. വ്യത്യസ്ത ഇനം ഭക്ഷണം കഴിക്കുന്നവർക്ക് ഉപാപചയ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയുമെന്ന് ജേണൽ ഓഫ് ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു. ഹൃദ്രോഗം, പ്രമേഹം ഇവയ്ക്കുള്ള സാധ്യത കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഉദരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും ഭക്ഷണത്തിലെ വൈവിധ്യം ഉപകരിക്കും. പോഷകങ്ങളിൽ ചിലത് അധികമായാൽ. ചില ഭക്ഷണം അധികം കഴിച്ചാൽ ആരോഗ്യത്തിന് ദോഷകരമാകും. ഉദാഹരണത്തിന്, മഞ്ഞൾ അധികമായാൽ രക്തം കട്ടപിടിക്കലിനെയും കരളിന്റെ പ്രവർത്തനത്തെയും അത് ബാധിക്കും. വിഷാംശങ്ങൾ അധികമായി ശരീരത്തിലെത്താനും ചില ഭക്ഷണങ്ങൾ കാരണമാകും. ഉദാഹരണത്തിന് മീൻ. ദിവസവും മീൻ കഴിച്ചാൽ മെർക്കുറിയിലെ വിഷാംശം ശരീരത്തിലെത്തും, പ്രത്യേകിച്ചും ട്യൂണ പോലുള്ള മീനുകൾ. ഇവയ്ക്കു പകരം അയല, മത്തി മുതലായവ പതിവാക്കുന്നതാകും നല്ലത്. രോഗപ്രതിരോധ ശക്തി. വ്യത്യസ്ത ഇനം ഭക്ഷണങ്ങളിൽ നിന്നുള്ള പോഷകങ്ങൾ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് ബ്രിട്ടീഷ് ജേർണൽ ഓഫ് ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു. ഇത് അണുബാധകളെ ചെറുക്കാനും സഹായിക്കുന്നു. ഊർജം കുറയാം. ഒരേ ഭക്ഷണം ദിവസവും കഴിച്ച സ്ത്രീകളിൽ ഊർജം വളരെ കുറഞ്ഞ അവസ്ഥ, അതായത് ഹാബിച്വേഷൻ അനുഭവപ്പെട്ടതായി അമേരിക്കൻ ജേർണൽ ഓഫ് ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു. ഈറ്റിംഗ് ഡിസോർഡർ. ചില പ്രത്യേക ഭക്ഷണങ്ങളോട് നോ പറയുകയും ചില പ്രത്യേക ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുകയും ചെയ്യുന്ന അവസ്ഥ സെലക്റ്റീവ് ഈറ്റിംഗ് ഡിസോർഡറിന് കാരണമാകാം. ചില ഗന്ധം, നിറം, ആകൃതി ഇവയോടുള്ള ഇഷ്ടക്കേടുകൊണ്ടും ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കാം. ഫലമോ പോഷകക്കുറവും അനാരോഗ്യകരമായ ശരീരഭാരം കുറയലും. ഓരോ ദിവസവും വ്യത്യസ്തമാകട്ടെ. വിവിധ രുചികൾ മാറി മാറി പരീക്ഷിക്കണം. വ്യത്യസ്ത ഭക്ഷണങ്ങൾ ഉണ്ടാക്കാം, ഒപ്പം ആരോഗ്യമുള്ള ശരീരവും സ്വന്തമാക്കാം.